പറയാനുള്ളത് ഒന്ന് മാത്രം, സിറ്റി, മാഞ്ചസ്റ്റർ സിറ്റി. ഗാർഡിയോളൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വളരെ ഫ്ലോപ്പായിട്ടുള്ള ടൈമിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ഈ ഒരു ലൈനപ്പിൽ സിറ്റിയെ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. സിറ്റി ഇങ്ങനെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് തോൽക്കാനുള്ള ഏക കാരണം സിറ്റിയുടെ മികച്ച ലൈനപ്പിലുണ്ടായ ഇഞ്ചുറികളാണ്. സിറ്റിയുടെ നടുത്തൂണെന്നറിയപ്പെടുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോഡ്രിക്ക് ഇഞ്ചുറി പറ്റി. അതുപോലെ തന്നെ സിറ്റി പെപ്പ് ആദ്യം കൊണ്ടുവന്ന് മികച്ച ലൈനപ്പിൽ ഒരുപാട് ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും തുടർന്നുള്ള ഫ്ലോപ്പായിട്ടുള്ള മത്സരങ്ങൾ കളിക്കുന്നതും അതുപോലെ തന്നെ പരാജയങ്ങൾ സിറ്റി ഏറ്റുവാങ്ങുന്നതും. ഇപ്പോൾ ഇതാ പ്രീവിയസ് മാച്ച്, സിറ്റിയുടെ പ്രീവിയസ് മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ലെസ്റ്റർ സിറ്റിക്കെതിരെ സിറ്റി വിജയിച്ചു, 2-0 വിജയിച്ചു. പക്ഷേ ആ ഒരു മാച്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ഹിറ്റ് ഹുഡുകൾ ലെസ്റ്റർ സിറ്റി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോട്ട് ഓൺ ടാർഗറ്റുകളാണെങ്കിലും സമാസമമാണ്. അതുപോലെ തന്നെ ബോൾ പൊസിഷൻസ് ആണെങ്കിലും സമാസമം. അതിനർത്ഥം എന്ന് പറയുന്നത് ഒപ്പം എത്തി കളിച്ചിട്ടുണ്ട് ലെസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ ക്ലബ്ബ്. ലെസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് നിലവിൽ റെലിഗേഷൻ പൊസിഷനിലുള്ള ഒരു ടീമാണ്. ആ ടീമാണ് സിറ്റിക്കെതിരെ ഇങ്ങനെയുള്ള മത്സരം കളിക്കുന്നത്. റെലിഗേഷനിലുള്ള ടീം എന്തായാലും മികച്ച ഫോമിൽ കളിക്കും, അതൊരു കാര്യം. പക്ഷേ എങ്കിൽ പോലും മികച്ച ടീമുകളുമായിട്ട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു മത്സരം കളിക്കുന്നത് അപൂർവം തന്നെയാണ്. സിറ്റിയുടെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ, വളരെ ഫ്ലോപ്പായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇതേ സമയമാണ് പെപ്പ് ഗാർഡിയോള ഒരു വ്യക്തിയെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ റൂമറുകളൊക്കെ പുറത്തു വരുന്നത്. ആ റൂമറെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. വേറെ ആരും കുറിച്ചല്ല, സാക്ഷാൽ ഇതിഹാസം ലയണൽ മെസ്സിയെ കുറിച്ച്. ലയണൽ മെസ്സി ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? പെപ്പ് മെസ്സിയെ നോട്ടമിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്റർ മിയാമിയിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പെപ്പ് മെസ്സിയെ കൊണ്ടുവരാം എന്നുള്ള വാർത്തകളൊക്കെ വളരെ ഹൈ ലെവലിൽ, വളരെ പീക്ക് ലെവലിൽ പ്രചരിക്കുന്നുണ്ട്. അതിന് സത്യാവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ, സത്യാവസ്ഥ എന്നല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ലയണൽ മെസ്സി ഇനി അപൂർവത്തിൽ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കളിക്കാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. നമുക്കറിയാം, ലയണൽ മെസ്സി ആയാലും CR7 ആയാലും രണ്ട് ബ്രാൻഡുകളാണ്. ഫുട്ബോൾ ലോകത്ത് ഉണ്ടാക്കിയെടുത്ത അത്രയും വലിയൊരു ബ്രാൻഡാണ്. അവരുടെ കളിയും സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അവർക്ക് അതിനനുസരിച്ചുള്ള തുക കൊടുക്കേണ്ടി വരും അവരുടെ ടീമിലെത്തിക്കുവാൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് സിറ്റിയെ പോലെയുള്ള വലിയ ക്ലബ്ബുകൾ ഇനി അങ്ങനെയുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കണമെങ്കിൽ അതൊരു ഫ്യൂച്ചർ പ്ലെയറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് മെസ്സി ആയാലും റൊണാൾഡോ ആയാലും വലിയ ക്ലബ്ബുകളൊന്നും ഇനി സൈൻ ചെയ്യാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് മെസ്സി സിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതകളൊന്നും പേഴ്സണലി ഞാൻ കാണുന്നില്ല. ഇനി ഒരു പക്ഷേ ലയണൽ മെസ്സി സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും മികച്ച ഒരു ഡ്രീം നമ്മൾ സഫലീകരിക്കുന്ന പോലെ ആയിരിക്കും. കാരണം ലയണൽ മെസ്സി പ്രീമിയർ ലീഗ് കളിക്കാതെയാണ് ഫ്രഞ്ച് ലീഗിലേക്ക് പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ MLS പോയത്. വീണ്ടും ലയണൽ മെസ്സി MLS നിന്ന് പ്രീമിയർ ലീഗിലേക്ക് യൂറോപ്യൻ ടോപ്പ് 1 ലീഗായിട്ടുള്ള പ്രീമിയർ ലീഗ് വന്ന് കളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അതൊക്കെ നമ്മൾ കണ്ണ് തള്ളി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ നോക്കാം. പെപ്പ് ഏതായാലും മെസ്സിയെ നോട്ടമിട്ടിട്ടുണ്ട്, പക്ഷേ ചാൻസുകൾ വളരെ കുറവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ചാൻസ് ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മാറ്റ്.